എന്താ ഒരു കൈ നോക്കണോ? ഞാൻ വേറൊരു കാര്യത്തിന് സാറിനെ അന്വേഷിച്ചിറങ്ങിയതാ. പറഞ്ഞോളൂ. സിൻചായ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ക്യാരി ഓൺ. ഞാൻ കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തില്ല. കടം ചോദിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. അന്ന് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാനുള്ള മനസ്സിൽ കാണിച്ച സാറിനോട് എനിക്ക് ധൈര്യമായിട്ട് പറയാലോ. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നത്തെ കാശേ ജിജിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാ. അവളത് ചോദിച്ചു. എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു തരാം. ഇൻസ്റ്റാൾമെന്റിലും മറ്റും കുറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ അയ്യോ ഇപ്പൊ ഉള്ളത് തിരിച്ചു കൊടുക്കാതെ ജിജിയോട് മിണ്ടാൻ പറ്റില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാ മതി. അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ കാശ് വേണ്ടേ? ഒന്നും മിനുങ്ങാനുള്ള രൂപ തന്നെ ജിജിയുടെ കാല് പിടിച്ച ഒപ്പിക്കണത്. കാശുള്ളത് മുഴുവൻ അവളുടെ കയ്യിലാ. അത് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബകഥ ഒരുപാട് പറയേണ്ടി വരും. നടപ്പില്ല എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. വല്ലാത്തൊരവസ്ഥയായി പോയി. അല്ല, അത്ര അത്യാവശ്യമാണെങ്കിൽ തൽക്കാലത്തേക്ക് സാറിന്റെ ഭാര്യയുടെ ആഭരണങ്ങളൊന്ന് പണയം വെച്ചൂടെ? അത് പണയത്തിലാണ്. ഞാൻ ആശുപത്രി കിടന്നപ്പോഴും വാടകയ്ക്കും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ സാറിത് ആരോടും പറയണ്ട. No, I don't like that picture. Oh, I knew you don't like it because No, it was yeah. just after fight. കൊച്ചെ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയുടെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്? Gigi, we will go. ദേ വരുന്നു. മേസ്ത്രിമാരൊന്നും ഇവിടെ കാണില്ല. ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായത്. Gigi, ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നല്ലോടി. What? മേസ്ത്രിയുടെ പേരെന്താ ചേച്ചി? സുകുമാരൻ. ഭാര്യയുടെ പേര് കാഞ്ചന. ഓ, നമ്മുടെ കാഞ്ചിയും സുകുമാരനും. സുകുമാരൻ മേസ്ത്രിയാണോ? എഞ്ചിനീയർ അല്ലേ? അവൻ മേസ്ത്രിയാന്നേ. വീട് ഏതെന്ന് പറഞ്ഞാ മതി. ദേ ആ കാണുന്നത് തന്നെയാ. കേട്ടല്ലോ, മേസ്ത്രി. എനിക്ക് അവരുടെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അല്ലേലും ഒരു എഞ്ചിനീയർ ലുക്കൊന്നും അയാൾക്കില്ലെന്നേ. നാണക്കേടായി പോയി. എഞ്ചിനീയർ ആണെന്ന് കരുതി വെറുതെ ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്തു. നിങ്ങളോട് പോകാനാ പറഞ്ഞത്. കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ, ഒരാളുടെ ശല്യം വേണ്ടെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത്. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ സുഖേട്ടന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞാ പിന്നെ സുഖേട്ടൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിന്റെ പ്രായത്തിലെ നിന്നേക്കാൾ 100 അരച്ച് പത്രാസിൽ ജീവിച്ചോളാടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. ദേ നിങ്ങളോടാ പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോന്തനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയോളാടി ഞാൻ. അപ്പുറത്ത് ഇപ്പുറത്തുള്ളൊരു കേക്കല്ലേ എന്റെ ഈശ്വര. കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നീ വലിയ അന്തസ്സുകാരിയാണെന്ന് നാട്ടുകാരെ അറിയിട്ടടി. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ടേ ഞാൻ വന്നിട്ടുള്ളത്. തള്ളേ, പാവ ദേവികരെ പുറത്ത് ഈ കുതിര കയറി അല്ലേ? മോഹൻ എന്നോട് എന്ത് തെറ്റാടി ചെയ്തത്? അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട. എന്നെ നീ അവമാനിച്ചു എന്ന് എന്റെ മോൻ കുമാരനങ്ങാൻ അറിഞ്ഞ ആ നിമിഷം നിന്നെ വെട്ടിക്കൊല്ലൂടെ അവൻ. ഈശ്വര, നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിയന്മാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വിഷവിത്ത. യുസി, ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബഹളം ഉണ്ടാക്കാതെ പോണം. എടി അലവിലാതി, ഞാൻ നിന്റെ തള്ളയിലാന്ന് പറഞ്ഞതല്ലടി. എനിക്ക് മേലും കീഴും നോക്കാനില്ല. മിന്നണ സാരി എടുത്തോണ്ടോ മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. നിനക്ക് ഞാൻ വെച്ചണ്ടടി അമ്പടി. നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? തൃപ്തിയായല്ല? അയ്യോ, അത് ഞങ്ങളുടെ ആരുമല്ല. വേണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. നുണ പറയുന്നതിന് ഒരു കണക്കൊക്കെ ഉണ്ട്. ഈ കോളനിയിലെ ഇതുപോലുള്ള വൃത്തികേട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. Come on, Gigi. I will see to this. You go, man. അവളെ ഞാനും
സാർ, ഈ മാസം മുതൽ ശമ്പളം കൂട്ടി തരാമെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. സാറിനെ പറ്റി മുതലാളിയോട് നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് സാർ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടുന്നുണ്ട്? 700 രൂപ. ഇനിയിപ്പോ അത് 800 ആക്കി തരും. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കും. 800 രൂപ കൊണ്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും? പറ്റും സാർ. കണ്ണേട്ടോ, ഓ, ₹39 കുറവുണ്ട്. അതെന്താ 2-3 ദിവസം മുമ്പേ പറഞ്ഞല്ലേ? അതെ, പക്ഷെ ഞാനത് മോളുടെ ഡാഡിയോട് പറയാമോ? നാളെ തന്നില്ലെങ്കിലേ ഞാൻ മറ്റന്നാൾ മുതൽ പാല് തരില്ല. Auntie! Hmm? Auntie, are you free now? Hey, Are you interested in video games? I'm getting so bored, you know. Shall we play? busy kitchen cooking. Please, Auntie! Busy. ശ്ശോ, ഈ ചെകുത്താനെ കൊണ്ട് തോറ്റു. കമ്മിങ്. മാഷെ ഈ നേരത്ത്? മോള് വന്നിട്ടില്ല അല്ലേ? ഇല്ല, 5 മണിയാവില്ലേ? സാരമില്ല, മോള് വരുന്നവരെ സംസാരിച്ചിരിക്കാലോ. ഞാനങ്ങനെ വല്ലവരോടും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. കുടിക്കാൻ എന്തെങ്കിലും? നിൽക്കൂ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഞാൻ ഡാൻസ് പഠിപ്പിക്കട്ടെ? മോള് വന്നില്ലല്ലോ. മോളെ അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ ഈ ഒതുങ്ങിയ ശരീരം ഉണ്ടല്ലോ, അത് ഡാൻസിന് വളരെ പറ്റിയതാ. മാഷിനെ കുടിക്കാൻ എടുക്കാം. നിൽക്കൂ. അല്ലെങ്കിൽ മാഷ് പോയിട്ട് പിന്നെ വരൂ. ദിവ്യ വരെ ഇനി സമയമുണ്ടല്ലോ. സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. എങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് 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 വളരെ നന്നായി കൈ നോക്കാൻ അറിയാം. അതുകൊണ്ട് ഭാവി പറഞ്ഞുതരാം. എന്റെ ഭാവി എനിക്കറിയാം. അങ്ങനെ പറയരുത്. ഈ കൈ ഞാൻ നോക്കും. തന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞു. പ്ലീസ്. തെണ്ടി. ഹലോ, അതെ അതെ അതെ, ഞാൻ കറുക്കി എറിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അടുത്ത വീട്ടിൽ പോയി സ്ത്രീയെ വിളിച്ചോണ്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. സുലു, Yes. പുറത്തേക്കാണെങ്കിലേ ആ കാഞ്ചനയ്ക്ക് ഒരു ഫോൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. ഓ, സോറി തങ്കു. ഞാൻ ലെഫ്റ്റിലേക്കാ, ബ്യൂട്ടി പാർലറിലേക്ക്. ലേറ്റ് ആയാലേ ആകെ പ്രശ്നമാ. അത് പ്രശ്നമാവും. ആരെ ടെലിഫോണില്? ട്രേഡ് ലിങ്ക് ഏജൻസീസ്. നീ ഇല്ലാത്തപ്പോ 2-3 പ്രാവശ്യം അയാൾ കാഞ്ചനെ വിളിച്ചിരുന്നു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? അയാള് 2-3 പ്രാവശ്യം എന്നെ വിളിച്ച് പരാതി പറഞ്ഞു. ഓക്കെ തങ്കു, അവളെ വിളിച്ച് ഫോൺ കൊടുത്തേക്കൂ. അയ്യോ, എനിക്ക് കറിക്കരിയണം. പ്ലീസ് തങ്കു, പറഞ്ഞ അനുസരിക്കൂ. ഓക്കെ സുലു, ദേ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഹലോ, എനിക്ക് ഇത് മാത്രമല്ല ജോലി. ഒന്നുകിൽ ഇങ്ങോട്ടൊന്ന് വിളിക്കാനുള്ള മര്യാദ കാണിക്കണം. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ എന്തൊരു സന്തോഷമായിരുന്നു. അത് ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും ചുമ്മാ കിട്ടിയാലെന്ന് വിചാരിച്ചോ? അത് എന്റെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയി. എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ആവുന്നതും ചാവുന്നതും ഒക്കെ നിങ്ങളുടെ കാര്യം. ഇനി വൈകിക്കില്ല, അടുത്ത മാസം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലേ? ഒരു മനുഷ്യനല്ലേ ഞാൻ പലതവണ പറഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മാന്യന് ഒന്നിവിടെ വരാൻ പോലും തോന്നിയില്ലല്ലോ. അത് ഞാൻ നാളെ ഹസ്ബൻഡിനോട് അങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഇനി അയാൾ വരണ്ട. കാശ് തരാൻ ഉദ്ദേശമില്ലെങ്കിലേ നിങ്ങൾ പോരെ. കടയിൽ വേണ്ട, ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്തിട്ട് നിങ്ങളെ വിളിക്കാം. എന്താ? ആരാ ഇവിടുന്ന് എന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തത്? പറയടോ, താനാണോ? ആണെങ്കിൽ പിടിയോനെ. വിടുതടാ അതിനെ. തല്ലുവല്ലടാ.
വിടല്ലേ നീ അത്രക്ക് വലിയ ആളെന്നാവണ്ടടാ പെണ്ണുങ്ങളെ ഫോണിൽ വിളിച്ച് തോന്നിയ ദിവസം പറയുന്നോടാ തെണ്ടി കാശ് എന്നിട്ട് സംസാരിക്കടാ. തരൂടാ ജീവനുണ്ടെ തരും സുഖേട്ടൻ അല്ലെങ്കിൽ ക്ഷമ വളരെ കുറവാ. എന്റെ മോളെ ഓർമ്മിച്ചത് കൊണ്ടാ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. എന്നാലും അടിപിടി ഉണ്ടാക്കുന്നൊക്കെ മോശല്ലേ? മോശം എന്താ അവന്റെ വിചാരം? ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ ചോര തിളക്കുക. കടം വാങ്ങുന്നത് വലിയ കുറ്റമൊന്നുമല്ല. ഇന്ത്യ അമേരിക്ക എന്ന് കടം വാങ്ങാറില്ലേ? അതിന് അമേരിക്ക ഇന്ത്യ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ടോ? എങ്ങനെയോ കടം വീട്ടിയേ പറ്റും. പണമില്ലാത്തവൻ പിണാന്ന് ഇപ്പൊ സാറിന് മനസ്സിലായോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കണ്. അവന് കാശ് കൊടുത്തില്ല ഇനിയും നാറും. സാറേ, 1000 കുടം പാലൊഴിക്കുമ്പോ ആ കൂട്ടത്തിൽ ഒരു കുടം വെള്ളയെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. അതൊരു തെറ്റേ അല്ല. നമുക്ക് പോയിട്ട് ആ ദാമോദരൻ പിള്ള ഒന്ന് കാണാം. സംഗതി ഞാൻ ശരിയായിക്കൊള്ളാം. ഇന്ന് വരെ സത്യസന്ധമായി എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ബൂർഷകളാണെന്ന്. അയാൾ കാറിന്റെ അഡ്വാൻസ് തിരിച്ചു ചോദിച്ചില്ലേ? അപ്പം നമുക്ക് അങ്ങോട്ടുള്ള ആത്മാർത്ഥത അയാൾക്ക് ഇങ്ങോട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ആസ്പത്രി കയറുന്നപ്പോ ഒന്ന് കയറി വെക്കണ്ടേ? ആകെ പ്രശ്നങ്ങളിൽ പെട്ട് ഞെരുങ്ങുക. അങ്ങനെ ഞെരുങ്ങി ചാവുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് പോയിട്ട് ആ പിള്ള സാറിനെ ഒന്ന് കാണാം. ദൈവം തമ്പുരാൻ പോലും അറിയാതെ സംഭവം നടത്താം. സാറിനൊരു കഷ്ടകാലം വന്നപ്പോ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു മനുഷ്യനാണോ? ഈ ഇടപാട് കുറെ കൂടി നേരത്തെ ആകാമായിരുന്നേ ഉള്ളൂ. അതിനെങ്ങനെ? അപ്പോഴൊക്കെ സാറ് വെറും സത്യസന്ധനല്ലേ? ഇപ്പൊ കടം കൊണ്ട് പൊറുതി മുട്ടി സത്യസന്ധത കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലായി. മാസത്തിൽ 1-2 ലോഡ് അത്രേ വേണ്ടൂ. ബില്ലിൽ ഒപ്പിടുന്നതും മെറ്റീരിയൽസിന്റെ കണക്ക് നോക്കുന്നതും സാറായതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന. പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. ആ, എന്താ സാറേ, നമുക്കൊന്ന് കൂടാ. രാത്രി കാശിനോ ബാറിലെ സാറിനെ കൂട്ടിക്കൊണ്ടുവരണം. ബാറിൽ വേണ്ടെന്ന്. അവിടെ ഒരു പ്രൈവറ്റ് ചിറ്റൂല. എന്തിനാ? നമുക്ക് നമ്മള് വർസൈറ്റിലാവാലോ. നമ്മളെ ടെന്റിന്ന് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടാക്കി നമുക്കൊന്ന് കലക്കി കളയാം. മാത്രല്ല നമ്മൾ ലോഡ് ചെക്ക് ചെയ്യാനോ വാസുവിനും കണ്ണാറ്റിനൊക്കെ കൂട്ടും ചെയ്യേ. അവരൊക്കെ കയ്യിലെടുക്കുന്നത് നല്ലതാണേ. അതൊക്കെ വേണം. വേണം, ഇന്ന് തന്നെ വേണം.